ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് സബോള ബജ്ജി കേട്ടോ. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ സബോള എടുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ സെറ്റാക്കാൻ നോക്കി, പക്ഷെ പാളിപ്പോയി. കുഴപ്പമില്ല, നമ്മളിതാ തൊലി കളഞ്ഞ സബോള രണ്ടാക്കിയാണ് മുറിക്കുന്നത്. ഇപ്പോൾ വലിയ സബോളയാണ്, നമുക്ക് മൂന്നാക്കാം. പക്ഷേ രണ്ടാക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്, ചെറുതായതുകൊണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോരോ ഇതളുകളായിട്ട് നമുക്ക് മാറ്റാം. ഇത് ഭയങ്കര സിമ്പിളല്ലേ, ഓരോരോ ഇതളുകളായിട്ട് മാറ്റാൻ വേണ്ടി. പിന്നെ ഇടയ്ക്ക് പൊട്ടിപ്പോകാതെയൊക്കെ ശ്രദ്ധിക്കണം. എൻ്റെ പൊട്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു മസാല വേണം. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് തന്നെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ആ ബൗളിലോട്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് അരിപ്പൊടിയും കടലമാവാണ്. ഇപ്പം നമ്മളിപ്പോൾ 2 സ്പൂൺ അരിപ്പൊടിയാണെങ്കിൽ 4 സ്പൂൺ അരിപ്പൊടിയാണെങ്കിൽ 2 സ്പൂൺ കടലമാവ്, അങ്ങനെയാട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഒരു തരി പോലും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി സിമ്പിൾ പരിപാടി കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ സബോള ഇട്ട് കൊടുത്ത് ആ മിക്സിൽ മുക്കി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തെടുത്തല്ലോ, അത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ, ഒട്ടും താമസമില്ല റെഡിയാകാൻ വേണ്ടി. കണ്ടില്ലേ, ഞാൻ ഇട്ട് ഒരു 5 മിനിറ്റിനകം തന്നെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. നല്ല സോഫ്റ്റ്, നല്ല ക്രിസ്പി ആട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പോൾ സൂപ്പറാട്ടോ, അടിപൊളി, ഒന്നും പറയില്ല. എന്നിട്ട് നമ്മളിതെല്ലാം ഫ്രൈ ചെയ്ത് എടുക്കണം. നല്ല മുരാന്ന് ഇതായി വരും. അപ്പോൾ ഇതൊക്കെ ഫ്രൈ ആയി വരുന്നുണ്ട്. അങ്ങനെ ഫ്രൈ ആയി സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്കിത് കോരി മാറ്റാം. കണ്ടില്ലേ, ഈ ഒരു കളറാണ് കേട്ടോ. അപ്പം നല്ല ക്രിസ്പി, നല്ല സോഫ്റ്റും ആയിരിക്കും, അടിപൊളിയായിരിക്കും. നമ്മൾ കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല കേട്ടോ, അതുപോലത്തെ ടേസ്റ്റാണ് ഈ സാധനത്തിന്. അപ്പോൾ നമ്മൾ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മിക്സ് ഉണ്ടല്ലോ, ഇങ്ങനെ സബോള മുക്കി ആ മിക്സിൽ സബോള ചേർത്ത് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാം കേട്ടോ, ഒട്ടും താമസമില്ല, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം കഴിച്ച് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.